നാട്ടിലിപ്പോൾ ലോഡ് ഷെഡിംഗ് ഒക്കെ തുടങ്ങിയ സ്ഥിതിക്ക് ഈ സമയത്ത് വളരെ ഉപകാരപ്രദമാവുന്ന ഒരു ഗാഡ്ജറ്റ് ആണ് ഇത് ഒരു മിനി ഫോൾഡബിൾ ഫാൻ. ഈ ഒരു സാധനം കണ്ടോ, ക്യൂട്ടായിട്ട് ചെവിയൊക്കെ ഉണ്ട്. ഇത് ജസ്റ്റ് ഇങ്ങനെ പിടിച്ച് ഓപ്പൺ ചെയ്യുക. താഴെ കാണുന്ന ആ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സാധനം കറങ്ങും. ഇനി ഇതിന്റെ ലീഫിന് വലിയ കട്ടിയൊന്നുമില്ല കേട്ടോ, അതുകൊണ്ട് കൈയൊക്കെ പെട്ടെന്ന് ഇടയപ്പെട്ട് കഴിഞ്ഞാലും പ്രശ്നമൊന്നുമില്ല. ഒറ്റ വട്ടം പ്രസ് ചെയ്താൽ ലോ, പിന്നെ മീഡിയം, ഒന്നുകൂടെ പ്രസ് ചെയ്താൽ ഹൈ. നാലാമത്തെ വട്ടം പ്രസ് ചെയ്യുമ്പോൾ ഇത് ഓഫ് ആവും. തിരിച്ചതേപോലെ മടക്കി വെക്കുക. താഴെ USB Type-C പോർട്ട് ഉണ്ട്, അതിൽ കുത്തി കഴിഞ്ഞാൽ ഇത് ചാർജ് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് സ്വിച്ചിന്റെ ചുറ്റും ഒരു ഫോം പോലെ വെച്ചിട്ടുണ്ട്. ബാഗിലൊക്കെ ഇടുമ്പോൾ അറിയാതെ അമർന്ന് സ്വിച്ച് ഓൺ ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സേഫ്റ്റി ഫീച്ചർ. ഇനി ലോഡ് ഷെഡിങ്ങിനൊപ്പം മഴക്കാലവും കൂടെ ആയതുകൊണ്ട് കൊതുകുകൾ പാറി പറന്ന് നടക്കുവാണ്. സകലയിടത്തും പനിയാണ്, ഡെങ്കു ഒക്കെ വരുന്നുണ്ട്. സോ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു സാധനമാണ് ഈ ഒരു ഇൻസെക്ട് കില്ലർ. ഇത് ഒരു പോർട്ടബിൾ മസ്കിറ്റോ അഥവാ ഇൻസെക്ട് കില്ലർ എന്ന് വേണമെങ്കിൽ വിളിക്കാം. ഈ ജസ്റ്റ് നിങ്ങളുടെ പ്ലഗ് പോയിന്റിലേക്ക് കുത്തിയിട്ട് ഓൺ ആക്കുക. ഇതിന്റെ ഫ്രണ്ടിൽ ഒരു സ്വിച്ച് ഉണ്ട്, അതും കൂടെ ഓൺ ആയി കഴിഞ്ഞാൽ നീല വെളിച്ചം അവിടെ കാണുന്നുണ്ട്. നീല വെളിച്ചം ഇൻസെക്റ്റുകളെയും കൊതുകിനെയൊക്കെ അട്രാക്ട് ചെയ്യും. ഇതിനകത്ത് ഇലക്ട്രിക് ഷോക്ക് അടിക്കുന്ന ഒരു ചെറിയൊരു പാനൽ പോലെ ഉണ്ട്. അതിലേക്ക് പോയിട്ട് ഈ പ്രാണികൾ തട്ടുമ്പോൾ അത് അവിടെ മരിച്ച് വീഴുന്നതായിരിക്കും. അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റിയും സാധനം കൊള്ളാം. മറ്റേ ബാറ്ററി ഉള്ള ടൈപ്പ് ഉണ്ട്, അത് അധികം നാൾ നിൽക്കൂല. ഇത് ഡയറക്റ്റ് കറണ്ടിൽ കുത്തുന്നതായതുകൊണ്ട് ആ ഒരു പ്രശ്നമില്ല. അടുത്തായി നമ്മുടെ കയ്യിലുള്ള സാധനമാണ് മൾട്ടി പർപ്പസ് ജെൽ. വളരെ സോഫ്റ്റ് ആൻഡ് സ്റ്റിക്കി ആയിട്ടുള്ള ഒരു സാധനമാണ് ഇത്. നിങ്ങൾക്ക് ഇത് ഡസ്റ്റ് ക്ലീൻ ചെയ്യാനാണ് ഉപയോഗിക്കാവുന്നത്. ഇപ്പോൾ ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഇടയിലുള്ള കീസിൻ്റെ ഇടയിലുള്ള സാധനമൊക്കെ ക്ലിയർ ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഈ സാധനം എടുത്ത് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇങ്ങനെ അമർത്തിയിട്ട് എടുക്കുക, അങ്ങനെ ഉരയ്ക്കരുത്. അതേപോലെ ഇപ്പോൾ കാൽക്കുലേറ്റർ, നിങ്ങളുടെ വീട്ടിലെ റിമോട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ കാറിൻ്റെ AC-യുടെ വെന്റിനകത്തൊക്കെ ഇതിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്തുള്ള ഡസ്റ്റൊക്കെ സുഖമായിട്ട് വലിച്ചെടുക്കാൻ പറ്റും. പിന്നെ ഇത് പൊട്ടിക്കുന്ന പാക്കറ്റ് കണ്ടില്ലേ, ഹെർമിറ്റ് ബാഗോ അങ്ങനെ എന്തോ ആണ്, അതിനകത്ത് തന്നെ ഇത് തിരിച്ച് വെക്കാൻ മറക്കണ്ട. ഇനി കീബോർഡിന്റെ കാര്യം പറയുമ്പോൾ നമ്മൾ പലതരം കീബോർഡുകൾ കണ്ടിട്ടുണ്ട്, പക്ഷേ പോക്കറ്റിൽ കൊണ്ടുനടക്കാൻ പറ്റുന്ന ചുരുട്ടുന്ന കീബോർഡ് കണ്ടിട്ടുണ്ടോ? ഇതൊരു യുണീക്ക് ആയിട്ടുള്ള റോളബിൾ കീബോർഡ് എന്ന് വേണമെങ്കിൽ പറയാം. ജസ്റ്റ് ഇങ്ങനെ ടേബിളിലേക്ക് കൺട്രോൾ ചെയ്യുക. കൂടെ വരുന്ന ഒരു USB കേബിൾ നിങ്ങളുടെ ലാപ്ടോപ്പിൽ കുത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോർമൽ കീബോർഡായിട്ട് ഉപയോഗിക്കാം. ആൻഡ് ഭയങ്കര സൈലന്റ് ആണ് ഈ ഒരു കീബോർഡ്. ഇതേ സൈസിലുള്ള ആക്ച്വൽ കീബോർഡ് കൊണ്ടു നടക്കണമെങ്കിൽ നല്ല വലിയ ബാഗൊക്കെ വേണം. ഇത് ചുരുട്ടി പിടിച്ച് നിങ്ങൾക്ക് പോക്കറ്റിലിട്ടുകൊണ്ട് തന്നെ കൊണ്ടുപോകാൻ പറ്റും. വളരെ പോർട്ടബിൾ, ലൈറ്റ് വെയിറ്റ് ആയിട്ടാണ്, സൈലന്റും ആണ്. ഈ സൈഡിൽ വലുതായിട്ട് ക്യാപ്സ് ലോക്ക് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. എന്തിനാണെന്ന് എനിക്കറിയില്ല, കാരണം അതല്ല, ഇനി ഇപ്പറേ ഉള്ളതാണ് ക്യാപ്സ് ലോക്ക്. ആൻഡ് ക്ലീനിങ്ങിന്റെ കാര്യം പറയുമ്പോൾ നമ്മൾക്ക് കയ്യിൽ കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു പ്രത്യേകതരം വാക്യൂം ക്ലീനർ ആണ് ഇത്. ഇതാണ് പോർട്ടബിൾ 3-in-1 വാക്യൂം ക്ലീനർ. ഇതിന്റെ കൂടെ നിങ്ങൾ കുറേ അറ്റാച്ച്മെന്റുകൾ വരുന്നുണ്ട്. അപ്പോൾ ഈ വാക്യൂം ക്ലീനറിനകത്ത് നിങ്ങൾ ഒരു അറ്റാച്ച്മെന്റ് വയ്ക്കുക. അപ്പോൾ ഇത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ കൂർത്തിരിക്കും, ടൈറ്റ് സ്പേസുകളൊക്കെ കവർ ചെയ്യാനായിട്ട്. പിന്നെ ഇതിൻ്റെ ഒപ്പം ഒരു ബ്രഷ് ഉണ്ട്, അങ്ങനത്തെ അറ്റാച്ച്മെന്റ്. ഇനി വലിച്ചെടുക്കേണ്ട, നിങ്ങൾക്ക് കാറ്റടിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഫണൽ പോലത്തെ സാധനം പുറകിൽ വെച്ചിട്ട് അമർത്തി കഴിഞ്ഞാൽ കാറ്റടിക്കും. ഇനി ഈ രണ്ടെണ്ണം കൂടി ഒരുമിച്ച് വെക്കരുത് കേട്ടോ. ഈ ഫണലും മറ്റേതും കൂടെ വെച്ച് കഴിഞ്ഞാൽ രണ്ടും വർക്കാവില്ല. ഏതെങ്കിലും ഒരെണ്ണേ ഒരു സമയത്ത് വെക്കാൻ പാടുള്ളൂ. പിന്നെ ആദ്യമായിട്ട് ഉപയോഗിക്കുന്നതിന് പിന്നെ ചാർജ് ചെയ്യണം. ഇവിടെ ചാർജിങ് പോർട്ട് ഉണ്ട്, കേബിളും കൊടുത്തിട്ടുണ്ട്. അത് കുത്തിയിട്ട് ഫുൾ ചാർജ് ചെയ്തതിന് ശേഷം നിങ്ങളത് ഉപയോഗിക്കുക. ഇത് ഭയങ്കര നോയ്സി ഒന്നുമല്ല കേട്ടോ, അത്യാവശ്യം ഒരു എഫിഷ്യൻസിക്ക് പറ്റുന്ന ഒരു നോയ്സ് ആണ് തന്നിരിക്കുന്നത്. പക്ഷെ എൻ്റെ പെറ്റിന് ഈ സാധനത്തിന്റെ ശബ്ദം കേട്ട കല്യാണം, അത് കേൾക്കുമ്പോൾ തന്നെ ഓടും. ഓൾസോ പെറ്റ്സ് വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും, അവരുടെ നഖം വെട്ടുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ടാസ്ക്കാണ്. ഒന്നൊരറ്റം അങ്ങോട്ടോ ഇങ്ങോട്ടോ ആയിക്കഴിഞ്ഞാൽ കൈ മുറിഞ്ഞ് ചോര വരും. ആ ഒരു സാഹചര്യത്തിൽ നമ്മൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വളരെ യൂസ്ഫുൾ ആയിട്ടൊരു ഗാഡ്ജറ്റ് ആണ് ഇത്. ഇതാണ് പെറ്റ് ഗ്രൈൻഡർ, പെറ്റിന്റെ നെയിൽ ഗ്രൈൻഡർ. അതല്ല, ഈ പാക്കറ്റിനകത്ത് ഈ കാണുന്ന പേന പോലിരിക്കുന്ന സാധനം ഉണ്ടല്ലോ, ഇതിന്റെ അറ്റത്ത് നിങ്ങൾക്ക് സ്റ്റോൺ ഉണ്ട്. ആ സ്റ്റോണ് നമ്മൾ അമർത്തുമ്പോൾ കറങ്ങും. പല ടൈപ്പിലെ സ്റ്റോണുകൾ നിങ്ങൾക്ക് മാറ്റി വെക്കാനായിട്ട് പറ്റും. എന്നിട്ട് നിങ്ങളുടെ പെറ്റിന്റെ നെയിൽ ഇതിന്റെ ആ ഒരു വിടവിലേക്ക് ഇങ്ങനെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അത് നൈസായിട്ട് ഇങ്ങനെ ഗ്രൈൻഡ് ചെയ്ത് സ്മൂത്ത് ആക്കും. നോർമലി ഉള്ള നെയിൽ കട്ടർ വെച്ച് വെട്ടിക്കഴിഞ്ഞാൽ നല്ല ഷാർപ്പായിരിക്കും. ഇപ്പോൾ മേത്തൊക്കെ കൊണ്ടു കഴിഞ്ഞാൽ മാന്തിയല്ല പണി കിട്ടും. അപ്പോൾ ഇത് നല്ല സ്മൂത്ത് ആയിട്ട് അങ്ങ് ഫയൽ ചെയ്തെടുക്കാനായിട്ട് പറ്റും. പിന്നെ താഴെ നിങ്ങൾക്ക് ചാർജ് ഒക്കെ എഴുതി കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കുത്തിയിട്ട് കഴിഞ്ഞാൽ നല്ലപോലെ ചാർജ് നിൽക്കുന്നുണ്ട്. നല്ല ഗുഡ് ക്വാളിറ്റി ആയിട്ടുള്ള ബിൽഡും കൂടെയാണ്. ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന പ്രൊഡക്റ്റുകളുടെ എല്ലാ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, അല്ലെങ്കിൽ പ്രൊഡക്റ്റ് സെക്ഷനിൽ കൊടുത്തേക്കാം. ചെക്ക് ചെയ്ത് നോക്കാം. കൂടുതൽ ഇൻട്രസ്റ്റിംഗ് വീഡിയോസിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും മറക്കണ്ട. അണ്ടിൽ നെക്സ്റ്റ് ടൈം, ബൈ.